ഹായ് ഹലോ. ഞങ്ങൾ ഈ രാവിലെ വാരിക്കെട്ടി എങ്ങോട്ടാന്നല്ലേ, ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാ ഗൈസ്. അങ്ങനെ ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ കയറി കുറേ നേരം നിന്ന് കാല് കഴിച്ചതല്ലാതെ സീറ്റ് കിട്ടിയില്ലായിരുന്നു. ലാസ്റ്റ് സീറ്റ് കിട്ടി ആൻറ്റീൻ്റെ അടുത്ത് തന്നെ. പിന്നെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് പുറത്തൊക്കെ വായി നോക്കി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പൂവാറ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രംകാർക്ക് മനസ്സിലായിക്കാണ് ഞാൻ എങ്ങോട്ടാണ് പോണേന്ന്. അതെ ഗൈസ്, ഞാൻ പോകുന്നത് ബോട്ടിങ്ങിനാണ്. അങ്ങനെ കുറേ നേരം നിന്ന് എന്തായാലും ബോട്ട് വന്നു. ബോട്ട് കയറി ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ബോട്ടിങ് പൊതുവേ പേടിയാണ്, എങ്കിലും ഞാൻ എന്തായാലും കയറി. എൻ്റെ മുഖത്തെ പേടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ ബോട്ട് വന്നപ്പോൾ ഞാനൊന്ന് പേടിച്ച് ഇടിക്കുമോ എന്ന്. എന്തോ ഭാഗ്യം ഇടിച്ചില്ല. എന്തായാലും ഞങ്ങളുടെ ഡ്രൈവർ പ്രോ ഡ്രൈവറായിരുന്നു. അങ്ങനെ ഈ മാമൻ ഈ കരിക്കും കൊണ്ട് ഈ കായലിൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ താറാക്കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഐലൻഡും കാര്യങ്ങളാണ് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നത് ആ പ്രൈവറ്റ് ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവർ ഈ നല്ല രസമാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് ഞാൻ. നോക്കാം. അങ്ങനെ കുറേ നേരം കാറ്റ് വല്ലാണ്ടടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുമ്പോൾ ഞാൻ നല്ലപോലെ പേടിച്ച് ലാസ്റ്റ് ഞങ്ങളിതേ പ്രൈവറ്റ് ബീച്ചിലെത്തി ഗൈസ്. ഇവിടെ എത്തിയപ്പോൾ നല്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്കിൾ പറഞ്ഞു, മോളെ ചെരുപ്പ് അകത്തിട്ടിട്ട് ഇറങ്ങാവോള്, നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ബീച്ച് അടിപൊളിയായിരുന്നു ഗൈസ്, ഒന്നും പറയില്ല. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു എന്ന് മാത്രം. എന്നാലും കൊള്ളായിരുന്നു. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. എൻ്റെ ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നപ്പോൾ നല്ലപോലെ വിശക്കണുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റി ഞങ്ങൾക്ക് ഈ പൈനാപ്പിൾ വാങ്ങിച്ചു തന്നു. പൈനാപ്പിൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടെ ആയപ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ച് പോവുകയാണ്. അതായത് പൈസയ്ക്ക് വെർത്തായിട്ടുള്ളൊരു ബോട്ടിംഗ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ പൈസ എന്ന് പറയുമ്പോഴത്തേക്ക് അത് 4000 റുപ്പീസാണ് ഞങ്ങൾക്ക് 5 പേർക്കും കൂടി ആയത്. ലാസ്റ്റ് ഞങ്ങളിത് ഓട്ടോ കാത്ത് നിൽക്കുകയാണ് തിരിച്ച് ഹോസ്റ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതേ ഓട്ടോ ചേട്ടൻ വന്നു. ഞങ്ങളിത് ഓട്ടോയിൽ കയറി അങ്ങനെ ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരു കടയിൽ കയറി ഫുഡ് കഴിച്ച് ബസ്സിൽ കയറി ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകാം. അത്രയേ ഉള്ളൂ. ബൈ.